സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവം ഒടുവിൽ യഥാർത്ഥ പ്രതിപിടിയിൽ. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിപിടിയിൽ. വിജയദാസ് എന്നയാളെ മഹാരാഷ്ട്ര താനെയിൽ നിന്നാണ് പിടികൂടിയത്. ഒരു ലേബർ ക്യാമ്പിൽ ഇയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ നിന്നും 35 കിലോമീറ്റർ മാത്രം അകലെ ഹീരാനന്ദിനി എസ്റ്റേറ്റിനടുത്ത് TSS കോൾ സെന്ററിന് പിന്നിലെ മെട്രോ നിർമ്മാണ പാലത്തിന് സമീപമുള്ള ലേബർ ക്യാമ്പിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. DCP സോൺ 6 നവ്ദാദ് ദാവലയുടെ സംഘവും കാസർവഡാലി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ ഒരു പബ്ബിലാണ് ജോലി ചെയ്യുന്നതെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു പ്രതിയെ ഛത്തീസ്ഗഡിൽ നിന്നുമാണ് മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച വൈകുന്നേരം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ പോലീസാണ് പിടികൂടിയത്. ബാന്ദ്രയിൽ സെയ്ഫ് അലി ഖാന്റെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ CCTV ക്യാമറയിൽ പതിഞ്ഞയാളാണിതെന്ന് വിവരം. വ്യാഴാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് സെയ്ഫിന്റെ മുംബൈയിലെ വസതിയിൽ മോഷ്ടാക്കൾ എത്തിയത്. വീട്ടിനുള്ളിൽ അസ്വാഭാവിക ശബ്ദം കേട്ട ജോലിക്കാരിയാണ് ആദ്യം ഉണർന്നത്. തുടർന്ന് ഇവർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എത്തുകയും അക്രമിയെ കാണുകയുമായിരുന്നു. പ്രതിരോധിക്കുന്നതിനിടെ വീട്ടുജോലിക്കാരിയെ അക്രമി ആദ്യം കുത്തി. ഇവരുടെ നിലവിളി കേട്ട് സെയ്ഫ് അലി ഖാൻ അവിടേക്ക് എത്തുകയും സംഘടനത്തിനിടെ അക്രമി സെയ്ഫിനെ കുത്തുകയുമായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇയാൾ ഫയർ എസ്കേപ്പ് പടികൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു.